നമസ്കാരം. മലയാളം ഇപ്പോഴുള്ളത് മാത്തൂർ പഞ്ചായത്തിൽ വില്ലുരുത്തി പാടശേഖരത്തിനടുത്താണ്. ഇവിടെ CMBയുടെ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ട്. ഒരു മാറ്റം ആവശ്യമാണ് എന്ന് കരുതുന്ന ആളുകളാണ് മിക്ക വോട്ടർമാരും നമ്മളോട് പ്രതികരിക്കുന്നത്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഷാഫിയുടെ കാലഘട്ടത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നതും അവരുടെ വോട്ടർമാർക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണമെന്നത് വോട്ടർമാർക്കിടയിൽ നല്ല ആത്മവിശ്വാസത്തോടെയാണ് അവർ നമ്മളോട് കാണുന്നത്. അതിൽ ജനം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റെടുത്തു കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇടതുപക്ഷ പ്രവർത്തകരും കാത്തിരിക്കുകയാണ് ഈ ജനവിധിക്ക് വേണ്ടി. അതായത് ജനഹിതം അറിയാതെ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിനെതിരെ ഈ ജനസമ്മതാവകാശം അവർ ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വിനിയോഗിക്കുന്നതിൽ സംശയമില്ല. ഈ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഈ ഇത്തരത്തിൽ കാണുന്ന ഈ അടവ് നയത്തിന് എതിരായി തന്നെയാണുള്ള. കാരണം നമുക്ക് എല്ലാ പരിസരവും എല്ലാ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ തന്നെ അറിയാം, ഈ സരിൻ എന്ന സ്ഥാനാർത്ഥിത്വം വിളിച്ചോതിയ CPMനുള്ള അമർഷവും വിദ്വേഷവും നമുക്ക് നേരിട്ട് കണ്ടുബോധ്യപ്പെടാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇത് ഉറപ്പായിട്ടും ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്രാവശ്യം മാറി ചിന്തിക്കും. ഉറപ്പായും ആ വോട്ടുകളെല്ലാം ഐക്യമുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തും. CPM ഈ കർഷക പ്രേമം വെറും അഭിനയം മാത്രമല്ലേ. കാരണം അവർ കർഷക ആളുകളുടെ നിന്ന് അകന്നിട്ട് കാലങ്ങൾ പറയുക. അവർക്ക് തൊഴിലാളി സ്നേഹമോ കർഷക സ്നേഹമോ ഒന്നുമില്ല. അതുമാതിരി തന്നെ ഇപ്പോൾ നെൽകർഷകരുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. നെൽകർഷകർ സ്വന്തം ഉൽപ്പന്നം അളന്നു കൊടുത്ത ശേഷവും ബാങ്കിൽ PRS വായ്പ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വായ്പാ രൂപത്തിലാണ് അവർ പൈസ കിട്ടുന്നത്. പൊതുവെ ഈ നെൽകർഷകരുടെ മാത്രമല്ല, എല്ലാ കർഷക രംഗത്തുള്ള പ്രശ്നങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ പേരിൽ വളരെയേറെ ദുസ്സഹമായ രീതിയിലാണ് എല്ലാ റബ്ബർ കർഷകരുടെ കാര്യം, വലിയ കടമത്ത് മറ്റുള്ള നാണ്യവിളകളായി തന്നെ അതിലെല്ലാം വളരെ പുറകോട്ടടി ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. ഇതിനൊരു പരിഹാരം എന്ന രൂപത്തിൽ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അത് സ്വാധീനിക്കും കർഷകരെ. ഉറപ്പായും കർഷകന്മാരുടെ ഇടയിൽ ഈ ഗവൺമെൻറ്റിനെതിരായുള്ള ജനവിധി ഉണ്ടാവും. അത് ഉറപ്പായിട്ടും രാഹുലിന് തന്നെ വോട്ടായി മാറുന്നൊരവസ്ഥയും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഗംഗാധരൻ വീട്, അവിടെ KSRTC സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ് എന്നിവരെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ UDFന്റെ ആള് തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ തുടർച്ച നൽകി നിങ്ങൾ അവിടുത്തെ പഴയ ഭക്തി കൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അവിടെ പോയിട്ട് കൈപ്പത്തി ചെയ്യാം. പിന്നെ ഈ മറ്റേ കക്ഷി ഇപ്പോൾ ഇവിടുന്ന് സീറ്റ് ഉണ്ടോ പോയതാണ് സരിനല്ലേ, കോൺഗ്രസ്സുകാരനാണല്ലോ മാറി വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിപ്പിക്കണം. നമുക്കിവിടെ എങ്ങാനും വീടുണ്ടായി കൊടുത്ത് അതുപോലെ അപ്പോൾ UDFന്റെ MLA വന്നാലേ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞു തരുമൊന്നും വേണ്ട. അത് പിടിക്കും. അതെന്നും അന്നും ഒന്നും പട്ടിയുണ്ടോ തലയുണ്ടോ റൈറ്റ്